ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയന പോയി ചിത്രം വരച്ച് വന്നതിന് ശേഷം ആദർശ് പല കാര്യങ്ങളും ഇരുന്നിങ്ങനെ ആലോചിക്കുക. നയന പറഞ്ഞ പല കാര്യങ്ങളും കള്ളമായിരുന്നു എന്നുള്ളത്. അന്ന് നയന ചിത്രം വരച്ച് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അത് വലിച്ചു കീറി കളഞ്ഞത്. അതിനുശേഷം പിന്നെ ഇതേ സാദൃശ്യമുള്ള ചിത്രങ്ങളുമായിട്ട് അവിടുത്തെ ജോലിക്കാർ വന്നത്, പിന്നെ ജോലിക്കാർ വേറൊരാളോട് പേര് സജസ്റ്റ് ചെയ്തത്, അങ്ങനെ കൂട്ടിയും കിഴിച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ എവിടേക്കോ ഒരു കള്ളത്തരം നമ്മുടെ ആദർശിന് ഫീൽ ചെയ്യുന്നു. ഇതേ സമയത്ത് ആദർശ് എന്തൊക്കെ ചിന്തിച്ച് കൂട്ടുമെന്ന് ഏകദേശമൊക്കെ ഒരു ധാരണയുള്ള നമ്മുടെ നയനയ്ക്കാണെങ്കിൽ അതിനേക്കാളും വലിയ പേടിയും പരിഭ്രമവും വെപ്രാളവും ഒക്കെ, എന്തെങ്കിലും പ്രശ്നമാവുമോ എന്നൊക്കെയുള്ളൊരിത്. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഇതെല്ലാം ഇങ്ങനെ നടക്കുന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം മുത്തശ്ശി ഫംഗ്ഷനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നയനയുടെ അഭിമാനം രക്ഷിക്കാൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ആദർശ് നയനയെ സപ്പോർട്ട് ചെയ്ത് വലിയ ഫംഗ്ഷനായിരുന്നു, അതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുകഴ്ത്തി വിടുക. അപ്പം നിനക്കായിരുന്നില്ലേ പ്രശ്നം മുഴുവൻ, മോൾക്ക് നല്ല നല്ല ഫ്രണ്ട്സ് ഇല്ല, അല്ലെങ്കിൽ വലിയ പിടിപാടില്ല, അങ്ങനെയൊക്കെ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു ഇവർ തമ്മിൽ. അത് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയുടെ മുന്നിൽ നിന്നൊന്നും സംസാരിക്കാൻ കഴിയാതെ നമ്മുടെ നയന നിന്ന് വേർക്കുക. ഈ സമയത്ത് ആദർശാണെങ്കിൽ തകർത്ത് വാരുവാണ് മുത്തശ്ശിയുടെ മുന്നിൽ കിടന്നത്. അത് നയനയേക്കിട്ട് പണി കൊടുക്കുന്നുള്ള രീതിയിലാണ് ഈ കാണിക്കുന്നത് മുഴുവൻ. അപ്പം അങ്ങനെ സംസാരവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നതോ നമ്മളെ നയന ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഈ സമയത്താണ് ഈ നവ്യ കോലക്കേറിയായിട്ട് ഇങ്ങനെ നടന്ന് വീട്ടിലേക്ക് കയറി വരുന്നത്. അതായത് ഭയങ്കര ഫാഷൻകാരിയൊക്കെ ആയിട്ട്. അങ്ങനെ നവ്യയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശി ഇങ്ങനെ നയനയോട് ചില സൂചനകളായിട്ട് പറയുകയൊക്കെ ചെയ്തു. അതായത് ഗർഭിണിയായ സ്ഥിതിക്ക് നവ്യമോളോട് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെയൊന്നും തുള്ളിച്ചാടി നടക്കരുതെന്നും അത് കുഞ്ഞിന് ദോഷമാണെന്നും വളരെയേറെ കെയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പം മുത്തശ്ശി ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ നയനയ്ക്ക് ആകെ ഒരു വിഷമം പോലെ. കാരണം ആരോടും ഒന്നും പറയാൻ പറ്റാതെ നെടുവീർപ്പിട്ട് അങ്ങനെ നിൽക്കുന്ന നമ്മുടെ നയന നേരെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം എന്നും പറഞ്ഞ് നേരെ പോകുന്നത് നവ്യയുടെ റൂമിലേക്കാണ്. അപ്പം നവ്യയുടെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ നവ്യ അവിടെ പുതിയ പുതിയ ഐഡിയാസും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നയനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നവ്യയ്ക്ക് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നവ്യ എങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് ചേച്ചി ഇതെന്തു ഭാവിച്ചാണെന്ന് ചോദിച്ചു. എന്തു ഭാവിച്ച്? ഞാനെന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? അല്ല, ചേച്ചിയുടെ വയറ്റിൽ ഒരു കുഞ്ഞില്ല എന്നുള്ള കാര്യം ചേച്ചിക്കും എനിക്കും അറിയാം. അതിവിടെ ആരോടും പറയാനായിട്ട് ചേച്ചി തയ്യാറാകുന്നുമില്ല. അങ്ങനെയുള്ളപ്പോൾ ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ കുറച്ച് അടക്കവും ഒതുക്കവും മാന്യതയ്ക്കും മര്യാദയ്ക്കൊക്കെ ഇതിലൊന്നും നടന്നൂടെ, അല്ലെങ്കിൽ ചെയ്തുകൂടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നീ എന്നെ മാന്യതയും മര്യാദയും പഠിപ്പിക്കാൻ വരണ്ട. നീ ആരാണെന്നൊക്കെ എനിക്കറിയാം. നിനക്ക് എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് പുറന്തള്ളിച്ചിട്ട് നിനക്കിവിടെ ആളാകാൻ വേണ്ടിയിട്ടല്ലേ? നടക്കുകയല്ലടി. എന്തായാലും എൻ്റെ ആഗ്രഹങ്ങൾ അത് സഫലമാക്കുക തന്നെ ചെയ്യും. അല്ലാതെ നിന്നെപ്പോലെ മറ്റുള്ളവരുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് കള്ളക്കളി കളിച്ച് അങ്ങനെയൊന്നും നേടേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് എന്ത് കഴിവുണ്ടെന്നും എൻ്റെ സൗന്ദര്യം എങ്ങനെയാണെന്നും എനിക്കറിയാം. അത് വെച്ചാണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൂടുതൽ ഡയലോഗുകളൊക്കെ ഇങ്ങനെ ഇറക്കുക. അങ്ങനെ നയനെ എന്നിട്ട് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ആരും ഉപദേശിച്ചിട്ടും കാര്യമൊന്നുമില്ല. തൻ്റെ തീരുമാനങ്ങൾക്കപ്പുറം താൻ പോകില്ല എന്ന ആ ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് നവ്യ മുന്നോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ സംഭവിക്കുക കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ചേച്ചിയോട് എത്ര പറഞ്ഞാലും ചേച്ചിക്ക് മനസ്സിലാവില്ല. ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു, ഇനിയൊക്കെ ചേച്ചിയുടെ ഇഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ നയന അങ്ങ് പോയി. നവ്യ അന്നേരം ആലോചിച്ച് നിൽക്കുക. അപ്പം നയന റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ഈ അഭി കണ്ടു. അഭി അന്നേരം അങ്ങോട്ട് കയറി വന്നിട്ട് ചോദിച്ചു, എന്താ ഇവിടെ? നിന്റെ അനിയത്തി വന്ന് എന്താ നിന്നോട് പറഞ്ഞിട്ട് പോയതെന്ന്. അപ്പോഴേക്കും നവ്യ പേടിച്ചു. ദൈവമേ, ഇനി അഭിയെല്ലാം കേട്ടോ, എല്ലാം അറിഞ്ഞോ, ആകെ കൈവിട്ട് പോയോ എന്നൊക്കെയുള്ളൊരു പേടി. അവളെന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ അഭി എന്നോട് അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അല്ല, ആരും കേൾക്കാതെ വന്ന് രഹസ്യമായിട്ട് റൂമിൽ നിന്ന് സംസാരിക്കാൻ നിങ്ങൾക്കിടയിൽ എന്താണെന്ന് ചോദിച്ചു. എന്താ അവൾ അടുത്ത വലിയ ഗുലുമാലും വെച്ചിട്ടാണോ പോയത്? നിന്റെ ഭാവി താർക്കാൻ എന്തെങ്കിലും അവൾ ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അഭി ഇങ്ങനെ കുത്തി ചോദിക്കുക. അപ്പോൾ കൃത്യമായൊരു മറുപടി കൊടുക്കാനില്ലാതെ നവ്യ നിന്നിങ്ങനെ ഉരുകുവാണേ. അങ്ങനെ നവ്യക്കിട്ടുള്ള പണിയുമായിട്ടാണ് അഭി അങ്ങനെ കയറി വന്നത്. അങ്ങനെ ഇവരെ തമ്മിൽ തെറ്റിക്കാനുള്ള അടുത്ത പുതിയ വഴിയുമായിട്ട് അഭി ഇങ്ങനെ ഓരോന്ന് പറയുക. അതേ അവൾ പലതും പറയും. നിന്റെ ഭാവി തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് അവൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൊന്നും നീ വീണു പോകരുത്, നിന്റെ ഭാവി നീ നശിപ്പിക്കരുത്, അങ്ങനെ പറഞ്ഞു കൊടുക്കാവുന്ന കുശുമ്പും കുന്നായ്മയും മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും അവിടെ നടക്കുക. അപ്പം അഭിയുടെ മുന്നിൽ തകർത്ത് അഭിനയിച്ച് നമ്മുടെ നവ്യ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഈ ഒരു സംഭവം കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് രാത്രിയായി കഴിഞ്ഞപ്പോൾ ആദർശ് മുറിയിലിരുന്ന് ഇങ്ങനെ നയനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ആലോചിച്ച് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് റിവൈൻഡ് ചെയ്ത് ഇന്നത്തെ ഈ സംഭവവുമായിട്ട് അതിനൊക്കെ സാദൃശ്യമുണ്ട്. അങ്ങനെ നയന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇതുപോലൊരു കഴിവുണ്ടെങ്കിൽ
അവൾ തൻ്റെ ജീവിതത്തിലെ സൗഭാഗ്യമാണെന്നും തനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ആദർശ് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുക. പക്ഷേ അതിൻ്റെ തെളിവുകൾ സഹിതം അത് കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ നയനയാണ് തൻ്റെ കമ്പനിക്ക് വേണ്ടി ചിത്രം വരച്ചതെന്നും താൻ തള്ളിക്കളഞ്ഞത് നയനയെപ്പോലെ കഴിവുള്ളൊരു പെൺകുട്ടിയാണ് എന്നൊക്കെയുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മുടെ ആദർശ് ഇങ്ങനെ ചിന്തിക്കുക. അപ്പോഴാണ് നമ്മുടെ നയന റൂമിലേക്ക് വരുന്നത്. നയനയെ റൂമിൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആദർശ് പിന്നെയും പരുക്കനായ ഒരു വ്യക്തിയായി അങ്ങനെ നിന്നുകൊണ്ട് നയനയോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇതുവരെ കിടന്നില്ലേന്ന് നയന ചോദിച്ചപ്പോൾ എങ്ങനെ കിടക്കും, അതുപോലുള്ള പണികളല്ലേ നീ ഒപ്പിച്ച് വെക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ എന്ത് ഒപ്പിച്ചെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? എപ്പോഴും എനിക്ക് കുറ്റം തീർന്നിട്ട് ഒരു നേരം പോലും ആദർശേട്ടനില്ലല്ലോ, ഇതിന് മാത്രം കുറ്റം പറയും ഞാൻ എന്താ ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ നീ ചെയ്യുന്നത് മുഴുവൻ കുറ്റമല്ലേ എന്ന് ചോദിച്ചു. ഇന്നത്തെ കാര്യം തന്നെ നോക്കിക്കേ, പിന്നെ ഇന്നത്തെ ചിത്രം വരയിലും നിനക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്നോർത്ത് നീ അങ്ങ് വലിയ അഹങ്കരിക്കൊന്നും വേണ്ട. എനിക്ക് ആ കാര്യത്തിൽ വലിയ മതിപ്പും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നീ വരച്ചത് ഞാൻ സമ്മതിച്ചു തരുന്നു എന്ന് കരുതി മൂർത്തീസ് ജ്വല്ലറിയിൽ കയറി ഇരിക്കാമെന്നുള്ള വ്യാമോഹമൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുമ്പം ഒരിക്കലും മൂർത്തീസ് ജ്വല്ലറിയിൽ കയറി ഇരിക്കാമെന്നോ അവിടുത്തെ പദവികൾ സ്വീകരിക്കാമെന്നോ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എൻ്റെ മൈൻഡിൽ പോലും അങ്ങനെ തോന്നിയിട്ടില്ല. ആദർശേട്ടന് പോലും അങ്ങനെ ചിന്തിച്ചാലും അത് വേണ്ടെന്നേ ഞാൻ പറയുകയുള്ളൂ എന്നും പറഞ്ഞു. പിന്നെ മൂർത്തീസ് ജ്വല്ലറിക്ക് ഒരു നേട്ടം എന്നെക്കൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഞാൻ പരിശ്രമിക്കും. അതിനിപ്പോൾ ആദർശേട്ടനല്ല ആര് തടഞ്ഞാടും അല്ലെങ്കിൽ തടസ്സം പറഞ്ഞാലും ഞാനത് ചെയ്യും. അങ്ങനെയൊക്കെ പറഞ്ഞ് നയനെ ഇങ്ങനെ പറയും. അപ്പോൾ നയനെ ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ആദർശ് ഇങ്ങനെ അതിശയത്തോടെ നയനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവളെ എനിക്ക് മനസ്സിലാകുന്നേ ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു സംഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം ആദർശ് നയനെക്കുറിച്ചുള്ള രഹസ്യം കണ്ടെത്തി. അങ്ങനെ ആദർശിൻ്റെ ജീവിതത്തിലെ തൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഈ പറയുന്ന നയന എന്നുള്ള തിരിച്ചറിവിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ കഥ നാളെ വരുന്നത്. അപ്പോൾ എല്ലാവരും കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.